ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു മട്ടൻ കടായി കോഷിൻ്റെ പ്രിപ്പറേഷനാണ് കാണാൻ പോകുന്നത്. മട്ടൻ കടായി കോഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓണിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓണിയനും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് സാധാ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കുക്കറിലല്ല ഇത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് കുക്കറിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ആ ഒരു ഒത്തൻറ്റിക് കടായി കോഷ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും കുക്കർ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നത് പേടിയാണ്. അപ്പം ഇതിന് ഇങ്ങനെ സാധാരണ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ടി വരും. അതായത് ആ മട്ടൻ നന്നായിട്ട് വേവുന്ന അത്രയും വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഗൈസ്, ഞാൻ ഇത്രയധികം വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റും തോറും നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ചൂടുവെള്ളം പിന്നീട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ കൂട്ടിയ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി. ഒരുപാട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണമെന്നില്ല, തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി. ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കേണ്ട എന്നുള്ള ഇത് കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. പിന്നെ ഈ ഒരു സവാള ഫുള്ള് മെൽറ്റായിട്ട് ഈ ഒരു സവാളയും ഈ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത ജിഞ്ചറും ഗാർലിക്കും ഒക്കെ സോഫ്റ്റായിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് ഈ മട്ടനിലേക്ക് വെന്ത് അലിഞ്ഞു ചേരണം. അത്രയും നേരം നമ്മളിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു കുക്കറിൽ വേവിക്കുന്നതായിരിക്കും എളുപ്പം. പക്ഷെ എനിക്ക് കുക്കറിൽ വേവിക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൽ വേവിക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങൾ കുക്കറിലും വേവിക്കേണ്ടത്. കുക്കറിൽ വേവിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രം ചെയ്ത് നിങ്ങൾ കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കുക. വിസിൽ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മട്ടൻ നന്നായിട്ട് വെന്ത് നല്ല കുക്കായിട്ട് വരണം. അതുവരെ ഉള്ള വിസിൽ എത്രയാണോ അതിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾ വെക്കുക. കുക്കറിൽ വേവിക്കുന്നവർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് നിങ്ങൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. എല്ലാ പോർഷൻസും എല്ലാം ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ. ഇത്രയും വെള്ളം നിങ്ങൾക്ക് അതിന് വേണ്ടി വരില്ല. ആ ഒരു കുക്കറിൽ എത്ര വിസിലാണോ നിങ്ങൾ സാധാരണ മട്ടൻ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേവിച്ചെടുക്കേണ്ടത് അത്രയും വിസിൽ നിങ്ങൾ ആക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെള്ളം വെച്ചത്. കാരണം ഈ വെള്ളം വറ്റുന്ന അത്രയും നേരമെടുക്കും ഈ ഒരു മട്ടൻ വേവാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സമയം എടുക്കത്തില്ലേ നിങ്ങൾ ഈ ഒരു നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ? യെസ്, ഒരുപാട് സമയം എടുക്കും നോൺ സ്റ്റിക്കിൽ നോർമലി ഉണ്ടാക്കുമ്പോൾ. മട്ടനും ബീഫും ഒക്കെ എനിക്ക് കുക്കർ പേടിയായതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ ചിക്കൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോൺ സ്റ്റിക്കിൽ ഞാൻ കുക്കർ യൂസ് ചെയ്യാത്തത് അതാണ്. എന്നിട്ട് എല്ലാം വെന്ത് നല്ല പരിവായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആ സവാളയുടെ ഒരു പീസ് പോലും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് അത് വെന്ത് അലിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. കാരണം ഇത് 1.5 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ മട്ടൻ എന്തായാലും ഒരു 2 തക്കാളി വേണ്ടി വരും. 1.5 കിലോ മട്ടനിൽ 2 തക്കാളി വേണ്ടി വരും. ആ തക്കാളി ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കണം. നല്ലതുപോലെ അത് വെന്ത് വരണം. ആ ഒരു തക്കാളി നല്ല രീതിയിൽ വെന്ത് വരണം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ഗൈസ്, ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റോളമൊക്കെ നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു പ്ലക്കർ വെച്ചിട്ട് നമുക്ക് എല്ലാ തക്കാളിയുടെയും തോലുകൾ ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കണം. ഈ ഒരു പ്ലക്കർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തക്കാളി ഫുള്ള് ഇതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഓരോ ഈ ഒരു തോലിങ്ങനെ സ്കിന്നിങ്ങനെ
ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കും. ഈ ഒരു പ്ലക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്കിന്ന് വീതം ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്കിന്ന് റിമൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു കടായി കോഷിലെ മെയിൻ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ കടായി കോഷ് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഈ ഒരു സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു കടായി കോഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗാർണിഷ് ചെയ്യുന്ന ഐറ്റംസും അതേപോലെ മട്ടനും മാത്രമേ നമുക്കിതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ബാക്കി സവാള, തക്കാളി മുതലായവ ആദ്യം ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം ഇതിനകത്തോട്ട് വെന്ത് അലിഞ്ഞ് മിക്സായി ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു തോലും കൂടി കളയണം. ഇല്ലെങ്കിൽ ആ ഒരു തോൽ അങ്ങനെ പൊന്തി അവിടെ കിടക്കും. അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, കണ്ണിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കടായി കോഷിൻ്റെ പെർഫെക്റ്റ് ആ ഒരു ഓത്തൻറ്റിക് ലുക്ക് വരില്ല. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഈ ഒരു തക്കാളിയുടെ തോല് സ്കിന്ന് ഫുള്ള് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഈ ഒരു മട്ടനിലേക്ക് ഈ ഒരു തക്കാളി. പിന്നെ അവിടെ ഇങ്ങനെ പൊന്തി ഇരിക്കുന്ന തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിലോട്ട് നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേരും. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടി നമ്മുടെ കണ്ണിന് കാണാത്ത രീതിയിൽ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെന്ത് അലിഞ്ഞ് ചേരും. അടച്ചു വെച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് എത്തണം നമ്മുടെ ഈ ഒരു കടായി കോഷ്. അതായത് ഈ ഒരു വെള്ളവും ഓയിലും, ഈ ഒരു ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇത് ഈ മട്ടനിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഓയിലും നെയ്യൊക്കെയാണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വരണം, മിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കണ്ണിൽ കാണാം. പിന്നെ ഗൈസ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ മിക്സാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ഇതിനകത്തേക്ക് പിശുക്ക് കാണിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടായി കോഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ ഈ ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നിങ്ങൾ ഏകദേശം ഒരു കപ്പോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പ്രോസസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് പൊന്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആദ്യം നിങ്ങൾ പിശുക്ക് കാണിക്കാതെ തന്നെ ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു കടായി കോഷിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ലുക്കും മണവും ഗുണവും ഒക്കെ വരിക. അപ്പോൾ ആ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതിൽ നിങ്ങൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്. ലാസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നല്ലൊരു സ്റ്റീലിൻ്റെ സ്പൂണിനകത്ത് 3-4 ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിങ്ങനെ മേലെ കൂടെ ഇങ്ങനെ റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐസ് ക്യൂബിൻ്റെ മേലെ, ആ ഒരു സ്പൂണിൻ്റെ മേലെ ആ ഓയിലെല്ലാം കട്ടയായിട്ട് പിടിച്ചോളും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഓയിൽ ലാസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ചേർക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചേർക്കണം, അല്ലെങ്കിൽ ആ ഒരു കടായി കോഷ് ഒട്ടും പെർഫെക്റ്റ് ആവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അതായത് വെള്ളവും ഓയിലും സെപ്പറേറ്റഡ് ആവുന്ന അത്രയും സമയം നിങ്ങൾ അടച്ച് വെച്ച് വേവിക്കണം. ഓയിലും വെള്ളം സെപ്പറേറ്റഡ് ആയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം പൊതുവേ ഞങ്ങൾ കുറച്ച് സ്പൈസി കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്പൈസി കൂടുതൽ വേണ്ടിയവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോർമൽ ചില്ലി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഇടാതിരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒത്തൻറ്റിക് ലുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലുക്കിലും മണത്തിലും ഗുണത്തിലും ഒക്കെയാണ് കാര്യം ഈ ഒരു കടായി കോഷിൽ ഇരിക്കുന്നത്. അപ്പം വായിൽ കപ്പൽ ഓടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് വേണം ഇതിന്. അപ്പോൾ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കാശ്മീരി ചില്ലി പൗഡർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല കളർഫുള്ളായിട്ടിരിക്കുക. കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഈ ഒരു ഓയിലും ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിലും വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ആവണം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ആ ഒരു സൗണ്ടും ഒക്കെ ഡിഫറെൻ്റ് ആവും. അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ കാണത്തില്ല. ഇല്ലെങ്കിൽ പൊടിയായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് തൈര് പിരിഞ്ഞു പോയി എന്നോർത്ത് നിങ്ങൾ പേടിക്കണ്ട. അത് പിരിയുന്നതല്ല, ആക്ച്വലി അത് ബീറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു പൊടി ഇതിനകത്തോട്ട് കാണുന്നതാണ്. ഞാനിപ്പോൾ അതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തൈര് ഞാൻ കുറച്ചൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ളൂ. അത്ര ഭയങ്കര സിൽക്കി ആയിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സിൽക്കി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സിൽക്കി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്.
എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു കടായി കോശിലോട്ട് ഈ ഒരു തൈര് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ സൗണ്ട് മാറിയത് നിങ്ങൾ കേട്ടോ, ഈ ഒരു വേവലിൻ്റെ സൗണ്ട് മാറിയത്. ഓക്കെ, ഇതിനി ഈ തൈര് ഇതിനകത്തോട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഈ തൈര് കുക്കായി ഇതിനകത്തോട്ട് വെന്ത് ചേരണം. ഇനി വീണ്ടും ഈ ഒരു ഓയിലും തൈരും സെപ്പറേറ്റ് ആകും ഇതിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാത്തതിൻ്റെ റീസൺ തന്നെ ഇതൊക്കെയാണ്. നമ്മൾ ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് നമ്മൾ തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി കൂടും. പിന്നെ ലാസ്റ്റ് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് കറി ഇങ്ങനെ കുറവാണ്, ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. എന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് ആ ഓയിലും വെള്ളവും കൂടെ സെപ്പറേറ്റഡ് ആവുന്നത് വരെ നിങ്ങളത് വേവിച്ചു കൊടുക്കണം. ഇതിപ്പം നമ്മൾ തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് സെപ്പറേറ്റഡ് ആവട്ടെ, ഒന്ന് മൂടി വെച്ചേക്കാം. അപ്പം തൈര് നന്നായിട്ട് വെന്ത് ഇങ്ങനെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. തൈരും വെള്ളവും ഓയിലും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നല്ല മണമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ, കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് പെരുംജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മണം കിട്ടും. നല്ല മണത്തിന് വേണ്ടിയാണ് നമ്മളത് ചേർക്കുന്നത് കേട്ടോ. ഞാനൊരു 1 സ്പൂൺ 1.5 സ്പൂണാണ് ഉദ്ദേശിക്കുന്നത് ചേർക്കാൻ വേണ്ടിയിട്ട്. മല്ലിയുടെ ടേസ്റ്റാണ് ഇതിൽ മുന്തി നിൽക്കേണ്ടത്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റല്ല, മണമല്ല ഇതിൽ മുന്തി നിൽക്കേണ്ടത്, മല്ലിയുടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് കറക്റ്റാണോ, ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടോ, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കറക്റ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഉപ്പ് അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മട്ടനിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് ഇനി ഒന്ന് വേവട്ടെ, വെന്ത് വരട്ടെ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരും. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. അതിന് മുന്നേ പിന്നെയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ രുചിക്ക് വ്യത്യാസം വരും. അങ്ങനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഒരു കടായി കോഷിൻ്റെ പ്രിപ്പറേഷൻ തന്നെ. കുറച്ച് നമുക്ക് കുരുമുളക് ഇങ്ങനെ പൊടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളൊക്കെ ചേർക്കാണ്ട് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത സംഭവങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഇതിനകത്തൊക്കെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയാണ്, എരിവും ഉണ്ടാവില്ല, ഇങ്ങനെ കട്ടക്കി കിടക്കുകയും ചെയ്യും. നമ്മൾ ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞു വെച്ച ജിഞ്ചറും ഉണ്ട്. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. എല്ലാം കുക്കായി നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ 2 സാധനങ്ങൾ അതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കിയിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ അടപ്പ് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മല്ലിയില. എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ടൊരു ഫുൾ തീയിലിട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അത് വേവാൻ ഒരു സമയം കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചതിന് ശേഷം എന്താക്കാം, തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി യമ്മി നല്ല മണമുള്ള കടായി കോശ് ഇവിടെ റെഡിയാണ് ഗൈസ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.